പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 2 ചലഞ്ചാണ്. ഒന്നാമത്തെ ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറമാൻ നമ്മളെ കുറച്ച് പാട്ടുകളുടെ മ്യൂസിക് മാത്രം കേൾപ്പിക്കും. ആ മ്യൂസിക് ഏതാണെന്ന് മനസ്സിലായിട്ട് പാട്ട് ഏതാണെന്ന് പറയാം. ഫസ്റ്റ് കൈ ഉയർത്തുന്ന ആൾക്ക് 5 സെക്കൻഡ് സമയം കൊടുക്കും. ആ 5 സെക്കൻഡിനുള്ളിൽ പറഞ്ഞില്ലെങ്കിൽ ചാൻസ് അടുത്താക്ക് പോകും. രണ്ടാമത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ചലഞ്ച് ക്യാമറമാൻ മനസ്സിലൊരു പേര് ആലോചിക്കും. അതിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം നമ്മളോട് പറയും. ആ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് നമ്മൾ 3 പേരും ആ പേര് ഏതാണെന്ന് ഗസ് ചെയ്യാം. അതാണ് രണ്ടാമത്തെ ചലഞ്ച്. അപ്പൊ നമുക്കിനി ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ഈ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഒന്നാമത്തെ റൗണ്ടില് പാറുവിന് ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് സോങ് ഏതാണെന്ന് നോക്കാം. ഒരു വല്ലം പൊന്നും പൂവും കരുനീല ചാന്തും. നമുക്ക് ശരിയാണോ നോക്കാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ റൗണ്ടില് എനിക്കൊരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് സോങ്ങിലോട്ട് പോവാം. കറുത്ത പെണ്ണേ ഓക്കെ, ഇപ്പൊ പോയിന്റ് നിൽക്കുന്നത് 1-1. അവന് കണ്ടുണ്ടോ? അവനെ പൊന്നു ഞാനടിക്കാം നിന്നെ ഞാൻ അയ്യം ആണ്. അപ്പം ഇപ്പൊ പോയിന്റ് തന്നെ നിൽക്കുന്നത് 2-1. ഓക്കെ, അപ്പൊ നോക്കി നെക്സ്റ്റ് സോങ്ങിലോട്ട് പോവാം. ഉദിച്ച ചന്ദ്രന്റെ സ്വന്തമായി ഞാൻ അറിഞ്ഞ കണ്ണല്ലേ പെണ്ണല്ലേ. ചന്ദ്രന്റെ സ്വന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെള്ളിലാവു പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നെ. ഓക്കെ, ഇപ്പൊ ഞാനാണ് മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് 3 പോയിന്റ്സ് ഉണ്ട്. 1 പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിനാണ് ആൻസർ പറയുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആരെ ആൻസർ പറഞ്ഞാലും ഇപ്പൊ ഞങ്ങളെ ആൻസർ പറഞ്ഞാലും ഇവള് ഓൾറെഡി വിൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്താ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ആൻസർ നോക്കാം ശരിയാണോ എന്ന്. അങ്ങനെ ഈ
റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ചലഞ്ചിൽ ഇപ്പൊ വിൻ ചെയ്തിരിക്കണം ഞാനാണ്. 3 points ആയിട്ട് 2 1. 1. ഓക്കെ. അപ്പം നമ്മുടെ ഈ ഗെയിമിൽ ജയിച്ചത് ശാലു വിത്ത് 3 points, എനിക്ക് 2 points, ചേച്ചിക്ക് 1 point ആണ് ഇട്ടിരിക്കുന്നത്. അപ്പം സാധാരണ ഗെയിമിൽ ജയിച്ച ആൾക്കാണ് നമ്മൾ സമ്മാനം കൊടുക്കുക. നമുക്ക് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് തോറ്റ ആൾക്ക് ജയിച്ച ആൾക്ക് സമ്മാനം കൊടുക്കും. അപ്പൊ നമുക്ക് സമ്മാനദാന ചടങ്ങിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ഏറ്റവും നന്നായിട്ട് എണീറ്റുന്നുള്ളൂ. വേറെ ഒന്നുമല്ല, നാരങ്ങ കഴിക്കണം. ഓക്കെ, കുറച്ച് മതി, കുറച്ച് കഴിച്ചാൽ മതി. full ഒന്നും കുറച്ച് കഴിക്കണ്ട. നാരങ്ങ കഴിക്കാം. കഴിക്കാൻ പോവാണ്. എക്സ്പ്രഷൻ നോക്കിക്കോ. എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കാൻ പറ്റിയ അത്രയും നല്ലത്. Okay, മതി. അപ്പൊ നമ്മളിപ്പോ രണ്ടാമത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ചലഞ്ച് എന്താന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഒരു പേര് ക്യാമറമാൻ മനസ്സിലാലോചിക്കും, അതിന്റെ ഫസ്റ്റ് ലെറ്റർ പറയും. ആ പേര് ഞങ്ങൾ ഏതാണെന്ന് ഗസ് ചെയ്യാം. നമുക്ക് കുറച്ച് ടൈം തരും. ആ ടൈമിനുള്ളിൽ ആ പേര് വന്നില്ലെങ്കിൽ 3 പേരും പണിഷ്മെന്റ്, 3 പേർക്കും പണിഷ്മെന്റ് കിട്ടും. ഇപ്രാവശ്യം ഞാൻ നാരങ്ങ ശാലുവിനെ തീറ്റിക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്യാമറാമാനോട് ചോദിക്കാൻ പേര് ആലോചിച്ചോ, ഫസ്റ്റ് ലെറ്റർ ഏതാണെന്ന് ചോദിക്കാം. ഫസ്റ്റ് ലെറ്റർ പറയുമോ? യെസ്. അപ്പൊ ചേച്ചി ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ. ഗസ് ചെയ്തോ ഏതെങ്കിലും ഒരു പേര്. അല്ല സുശീല അല്ല സുഗമൻ അല്ല സന്തോഷ് അല്ല സുധിൻ അല്ല സന്ധ്യ സുഭാഷ് അല്ല സുന്ദരൻ അല്ല സുഗുണൻ അല്ല ശശി അല്ല ശ്രീരാജ് അല്ലെന്ന് സോനു അല്ല സോമൻ സോന അല്ല നീ കറക്റ്റ് ആകുമ്പോൾ മാത്രമാണോ പിന്നെ എല്ലാം പറയാം. കറക്റ്റ് ആകുമ്പോൾ സഞ്ജികുമാർ സുമ സൂര്യ തോറ്റ ശിവൻ സുരേന്ദ്രൻ സുഗുണാണ് സിന്ധു അല്ല സുരലായി അല്ല സുരേഷ് സാമു ഷാനു ശരണ്യ സുന്ദരൻ തോറ്റ സമ്മതിച്ചു തോറ്റ. ഞാൻ ഒരെണ്ണോടെ പറയാം. ഒരു റൗണ്ട് കൂടെ ഒറ്റ റൗണ്ട് കൂടി പറഞ്ഞു പോയി. ഞാൻ എന്നിട്ട് അവസാനിക്കേണ്ടത്. ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ ഒന്നും കൂടി പറയാം. ഓക്കെ, ഒറ്റ റൗണ്ട് പറയുമ്പം ശ്രീനിഷ് ശ്രീകുമാർ. ഷക്കീല കറക്റ്റ്. ഷക്കീല. അത് കൊള്ളാം, അത് കൊള്ളാം ഗേസ്, കൊള്ളാം. എനിക്ക് അവന്റെ നോട്ടം കണ്ടപ്പോ മനസ്സിലായി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ റൗണ്ടില് പോയിന്റ് ഇട്ടിരിക്കുന്നത് പാവനാണ്. ഇനി ഒറ്റ പേരും കൂടെ ഗസ് ചെയ്യാനുള്ള ചാൻസേ ഉള്ളൂ. ഒറ്റ റൗണ്ടും കൂടെ ഉള്ളു. അതില് ചേച്ചി ഗസ് ചെയ്യുവാണെങ്കിൽ ഞാൻ പണിഷ്മെന്റ് എടുക്കണം, ഞാൻ ഗസ് ചെയ്യണമെങ്കിൽ ചേച്ചി എടുക്കണം. ഞാൻ രണ്ടുപേരും ചെയ്താലും അതിൽ പാറു തന്നെ ഗസ് ചെയ്തെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പണിഷ്മെന്റ് എടുക്കണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ലെറ്റർ നെയിം മനസ്സിലാലോചിച്ചിട്ട് ക്യാമറമാൻ ലെറ്റർ പറയും. ലെറ്റർ പറ. കെ. കൃഷ്ണൻകുട്ടി. എനിക്ക് മനസ്സിലായി. പറയട്ടെ ലെറ്റർ. ഓക്കെ, ലെറ്റർ പറയാം. എ. അനന്തകൃഷ്ണൻ അല്ല. അഞ്ജലി. അതുല്യ അല്ല. അനന്തു അല്ല. ആനന്ദ്. അപർണ. അശ്വതി. അജി. My father name. ആലീസ്. അനുമോൾ. പേരൊന്നും കിട്ടുന്നില്ല എനിക്ക്. ആകാശ്. ആകാശ് അല്ല. അക്ഷയ്. അനന്തു. അക്കു. അല്ല. അജ്മൽ. അല്ല. അനീഷ്. അല്ല. നമുക്ക് അറിയാവുന്ന. അനസ്. അറിയാവുന്ന പേരോ? അപ്പൂസ്. അല്ല. അജിത്ത്.
അമ്പാടി. അല്ല. അമ്പോറ്റി. യെസ്, അമ്പോറ്റി. വന്നില്ല, skip ആക്കി. ഹലോ ഗേസ്, അങ്ങനെ എനിക്കൊരു പോയിന്റ് വീടിരിക്കുകയാണ്. അയ്യോ, ഈ റൗണ്ടിൽ ഞാനോ അതെ, ശാലുവാണ് പണിഷ്മെന്റ് മേടിക്കുന്നത്, നാരിക തിരുന്നതും ശാലുവാണ് ഗൈസ്. ഓക്കെ. Okay. ആര് പറഞ്ഞ ഞാൻ തന്നെ എടുത്ത് കഴിച്ചോ? അല്ലെങ്കിൽ കുറച്ചെങ്കിൽ ഫുള്ളായിട്ട് കഴിക്കണം കേട്ടോ. ഫുള്ള് കഴിക്കണം കേട്ടോ. ഓക്കെ, നാരങ്ങ തന്നെയാണ്, മിഠായി ഒന്നും അല്ല. എക്സ്പ്രഷൻ മുഖത്ത് അങ്ങോട്ട് സൂം ചെയ്തിട്ട് സൂപ്പറാ. വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ നാരങ്ങ തിന്നാ സൂപ്പറാ. ആദ്യം ഒന്ന് ഞാൻ തിന്നതാണേ. അപ്പൊ ഗൈസ്, പറ വൈൻ്റെ പറ, എന്നെ കൊണ്ട് നടക്കത്തില്ല. വേണ്ടിരുന്ന് തിന്നുന്നു, തനിക്ക് പണിഷ്മെന്റ് കിട്ടിയില്ലല്ലോ അല്ല. ഗൈസ്, ഇന്നത്തെ ചലഞ്ച് രണ്ടും അവസാനിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ചലഞ്ചിൽ ഞാൻ വിൻ ചെയ്തു. സെക്കൻഡ് ചലഞ്ചിൽ 2 റൗണ്ട്സ് ഉണ്ടായിരുന്നു. ഒന്നില് പാറു വിൻ ചെയ്തു, ഒന്നില് ചേച്ചി വിൻ ചെയ്തു. അപ്പൊ മൊത്തത്തില് ചലഞ്ചുകളിൽ ഞങ്ങൾ 3 പേരും എന്തായാലും ഓരോ പോയിന്റ്സ് വെച്ച് മേടിച്ചിട്ടുണ്ട്. പോയിന്റും മേടിച്ചു, ഞങ്ങൾ നാരങ്ങയും തിന്നു. ഇവിടെ മാത്രം നാരങ്ങ കഴിച്ചില്ല, ഇവിടെ നമ്മൾക്ക് അടുത്ത റൗണ്ടിൽ തീറ്റിക്കാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണം. വീഡിയോസ് ഒക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. അപ്പം അതുവരെ ബൈ ബൈ.